ആദ്യമേ തന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് അമ്മ മാധവനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് റീബ ജോസഫ്. ഞാൻ വൈക്കം ചെമ്മൻതകര സെൻറ്റ് ആൻ്റണീസ് ഇടവാംഗമാണ്. ഞാൻ 2024 ഏപ്രിൽ 1 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. +2 കഴിഞ്ഞ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയായിരുന്നു. ജർമ്മൻ്റെ ആദ്യത്തെ 2 മൊഡ്യൂളിൻ്റെ എക്സാം ഡേറ്റ് എടുത്തു കഴിഞ്ഞാണ് ഞാനും അമ്മയും ഒരുമിച്ച് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഏപ്രിൽ 4 ആദ്യത്തെ എക്സാം. ആ എക്സാം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. ആ ഒരു അഹങ്കാരത്തോടും എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ജയിച്ചതെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ 2ാമത്തെ മൊഡ്യൂളിൻ്റെ ഡേറ്റ് എടുത്തു. പക്ഷേ അത് ഞാൻ 3 മാർക്കിന് ഫെയിലായി. പിന്നെ ഞാൻ ഉടമ്പടിയിൽ കൂടുതൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കൊന്ത ചെല്ലാൻ മടിയായിരുന്നു. പിന്നെ കൊന്തയൊക്കെ ചെല്ലി 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി ധ്യാനം കൂടി അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ഞാൻ 2ാമത് ബാംഗ്ലൂർ ജനുവരി 27 അടുത്ത മൊഡ്യൂളിൻ്റെ എക്സാമിന് ഡേറ്റ് എടുത്തു. വിശുദ്ധ തൈലവും ഉപ്പും കഴിച്ചതിന് ശേഷമാണ് ഞാൻ എക്സാം ഹാളിൽ കയറിയത്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ ഉത്തരങ്ങൾ എഴുതാൻ തുടങ്ങി. 3 ദിവസം കഴിഞ്ഞ് എനിക്ക് റിസൾട്ട് വന്നു. ഞാനത് ആ എക്സാം പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ 4ാമത്തെ മൊഡ്യൂളിന് ഡേറ്റ് എടുത്തു. എക്സാം എഴുതിയെങ്കിലും എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രിപ്പറേഷൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. പ്രിപ്പറേഷൻ ക്ലാസ് നടക്കുന്നതിനിടയിൽ ക്ലാസ് എടുക്കുന്ന ചേച്ചി എനിക്കൊരു ഏജൻസിനെ പരിചയപ്പെടുത്തി തന്നു. ആ ചേച്ചി ആ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ 3 മൊഡ്യൂൾ വെച്ച് നമുക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം, അതിൻ്റെ ഇടയിൽ 4ാമത്തെ മൊഡ്യൂളും കൂടി എഴുതിയെടുത്താൽ മതി എന്നായിരുന്നു. അപ്പം 50,000 രൂപ കൊടുത്ത് രജിസ്ട്രേഷൻ ഫീസ് അടച്ചു. ബാക്കി ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുത്തു. നവംബർ ലാസ്റ്റോടുകൂടി കോൺട്രാക്റ്റ് കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യമേ ഇൻ്റർവ്യൂ കാണും, ചിലപ്പോൾ ഇൻ്റർവ്യൂ കാണില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കൂടുതൽ ഭാഗ്യമൊന്നുമില്ല, അതുകൊണ്ട് എന്തായാലും ഇൻ്റർവ്യൂ കാണുമെന്ന് തന്നെ വിചാരിച്ചത്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ ഇല്ല, ഡയറക്റ്റ് കോൺട്രാക്റ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത്. നവംബർ ലാസ്റ്റായി, ഡിസംബർ ലാസ്റ്റായി, ജനുവരി ഫെബ്രുവരി കോൺട്രാക്റ്റ് ഇതുവരെയും തന്നില്ല. അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞത് ഫെബ്രുവരി ലാസ്റ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഫെബ്രുവരി ലാസ്റ്റായിട്ടും എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഏജൻറ്റ് വിളിച്ചിട്ട് വേറൊരു ഓപ്ഷൻ പറഞ്ഞു. പക്ഷേ അതിന് ബ്ലോക്ക് എമൗണ്ട് കാണിക്കണമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഞങ്ങൾക്ക് അത്രയും വലിയൊരു എമൗണ്ട് ഞങ്ങൾക്ക് അന്നേരം കാണിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ആ വഴി നോക്കണ്ട എന്നുള്ളൊരു രീതിയിലിരുന്നപ്പോൾ ഞങ്ങളുടെ ഒരു കസിന് ആ ഫുൾ എമൗണ്ട് തന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ആ ഫുള്ള് ബ്ലോക്ക് എമൗണ്ട് കാണിക്കാൻ പറ്റി. പിന്നെ അതിനുള്ള ആ സീക്കർ വിസയ്ക്കുള്ള ബാക്കി പ്രോസസ്സിങ് എല്ലാം തുടങ്ങി. മാർച്ച് 12 എനിക്ക് വിസയ്ക്ക് ഏജൻറ്റ് ഡേറ്റ് എടുത്ത് തന്നു. പക്ഷേ 6 ദിവസത്തിനുള്ളിൽ എനിക്ക് ഡിസ്പാച്ച് മെയിൽ വന്നു. പാസ്പോർട്ട് പോയി കളക്ട് ചെയ്തപ്പോൾ അതിനകത്ത് റിജക്ഷൻ ആയിരുന്നു. പിന്നെ ഞാൻ കൂടുതൽ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ പ്രാർത്ഥനകൾ കൂട്ടി നല്ലപോലെ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഇരുന്നപ്പോൾ ഒരു ദിവസം എനിക്ക് മാതാവ് 7-3 എന്നുള്ളൊരു ഡേറ്റ് കാണിച്ചു തന്നു. അന്നേരത്തേക്കും അതിൻ്റെ ഇടയിൽ ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്നുകൊണ്ട് ഏജൻറ്റിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള അപ്ഡേറ്റ് ഒന്നും ഞങ്ങൾക്ക് വിളിച്ച് തിരക്കാൻ പറ്റിയില്ല. പക്ഷേ ആ ഏജൻറ്റ് മാതാവ് എനിക്ക് തന്ന 3 എന്ന ഡേറ്റിൽ തന്നെ എനിക്ക് വിസയ്ക്കുള്ള അടുത്ത അപ്പോയിൻമെൻറ്റ് എടുത്ത് തന്നു. മാതാവ് അത് കഴിഞ്ഞ് എനിക്ക് അടുത്തൊരു ഡേറ്റും കൂടെ തന്നു, 7 എന്നുള്ളൊരു ഡേറ്റ്. അങ്ങനെ ജൂലൈ 7 എനിക്ക് എൻ്റെ വിസയുടെ ഡിസ്പാച്ച് മെയിൽ വന്നു. അപ്പോൾ 9 ഞാനത് പോയി കളക്ട് ചെയ്തു. അതിലെനിക്ക് എൻ്റെ വിസ അപ്രൂവ്ഡ് ആയിരുന്നു. കൂടെയുള്ള എല്ലാവരുടെയും റിജക്ഷനായി, എനിക്ക് മാത്രമാണ് അപ്രൂവായി കിട്ടിയത്. ഞാൻ വിസയുടെ ഓഫീസിൽ ചെന്നപ്പോൾ വിശുദ്ധ തൈലവും ഉപ്പും ഒക്കെ അവിടെ ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങി എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു, രോഗികളെ സന്ദർശിക്കുമായിരുന്നു, ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, കൊന്ത ചെല്ലാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കുറേ ഉണ്ടല്ലോ, കുറേ സമയം എടുക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ചെല്ലാറില്ല. പക്ഷെ ഞാൻ അതൊക്കെ ചെല്ലാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി, പേഴ്സണലായിട്ട് പ്രയർ ചെല്ലാൻ തുടങ്ങി. ഒരിക്കൽ കൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. സുഭാഷിതങ്ങൾ 18-ാം അധ്യായം 10-ാം വാക്യം. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായൊരു ഗോപുരമാണ്, നീതിമാൻ അതിലോടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് റീബ ജോസഫ് വൈക്കം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് തൻ്റെ അനുഭവം പങ്കുവയ്ക്കുക, തനിക്ക് ജർമ്മൻ ലാംഗ്വേജ് പാസ്സാകുവാനും ജർമ്മനിലേക്ക് പോകുവാനുള്ള വലിയൊരു അനുഗ്രഹം പരിശുദ്ധ അമ്മ നൽകി അനുഗ്രഹിച്ചതാണ്.
ആദ്യത്തെ അറ്റംപ്റ്റിൽ പാസ്സായെങ്കിലും എന്നാൽ തുടർന്ന് തൻ്റെ കഴിവിൽ തൻ്റെ മെറിറ്റിൽ താൻ ആശ്രയിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ടാണെങ്കിലും അത് പൂർണ്ണമായിട്ടൊരു ചില തടസ്സങ്ങളിലൂടെ കൊണ്ടുപോയെങ്കിലും അത് ഈ മകൾക്ക് സാധിച്ചു കൊടുക്കുകയും ചെയ്തത് അവിടുത്തെ കൃപയാൽ ഈ മകൾക്ക് ലഭിച്ചെന്നുള്ളൊരു ബോധ്യത്തിലേക്കാണ്. കാരണം ഓരോ കടമ്പയിലൂടെ കടന്നു പോകുമ്പോഴും ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ കൂടുതൽ പ്രാർത്ഥനയിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ മകളിലൂടെ. അതുകൊണ്ട് തന്നെയാണ് വ്യക്തിപരമായ ജീവിതത്തിലും ആത്മീയമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുവാനും വ്യക്തിപരം പ്രാർത്ഥനയിലേക്ക് വളർന്നു വരുവാനായിട്ട് ഈ മകൾക്ക് സാധിച്ചിരുന്നത്. കാരണം പല കാര്യങ്ങളിൽ വിസ റിജക്ഷനൊക്കെ വരുമ്പോഴും അത് പൂർണ്ണമായിട്ടും ഉടമ്പടി വസ്തുക്കളോട് ചേർന്ന് കൊണ്ടുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോകുമ്പോഴും തൻ്റെ ജീവിതത്തെ തന്നെ ക്രമപ്പെടുത്തുമ്പോഴും പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമായി കൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ ഈ മകൾക്ക് ജർമ്മനിയിലേക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അതിനു മുമ്പാണെങ്കിലും പൈസയുടെ കാര്യങ്ങൾ വരുമ്പോഴാണെങ്കിലും അത് പരിശുദ്ധ അമ്മ മറ്റു മനുഷ്യരുടെ ആണെങ്കിലും വലിയൊരു സഹായമായിട്ട് കടന്നു വരികയും ചെയ്തു. ഇനി ഈ മകൾ മുമ്പോട്ടുള്ള ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപകൾ കൊണ്ടും ഇനി പരിശുദ്ധ അമ്മയെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൽത്താരയിൽ ഉയർത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ ഓരോരുത്തരെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൽത്താരയിൽ ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.